பூ இருக்கு சந்தன பூ இருக்கு ரெண்டுல ஒண்ணு பார்க்கட்டுமா எல்லாம் உனக்கு சிதமாக இருக்கு எல்லாம் கை கட்டுமா பொத்தி மறைச்ச ஆசைகளால பொட்டு துடிக்குது புருவத்து மேல காதல் பிறக்குது கழுதுக்கு கீழே கோட்ட பாக்கு குழந்தை வெத்தல போட்டா பாய் சவக்கு எடுத்து முன்னும் பின்னு தொடச்சு காமுகளி தர வரியா சுத்தி வருவது சாதிக்கத்தான் சுந்தரி அழகு சாமிக்குத்தான் கபுரம் எதற்கு காமிக்கதானே கட்டிலும் எதற்கு சாதிக்கத்தானே சுரணம் முடிஞ்ச பல்லவிதானே கொட்ட பாக்க குழந்தை வெத்தலை கொட்டவாய் செவக்க மச்சான் சுந்தரி நீயும் பொட்டாதுள் பறகு நாக்கு செவக்க சுண்ணாம்பு வேணும் அண்ணன் செவக்க மாப்பிள்ள வேணும் நாக்கு செவக்க சுண்ணாம்பு வேணும் நீ செவக்க மாப்பிள்ள வேணும் தாலி கட்டியதும் பாடிக்க வேணும் கொட்ட பாக்க குழந்தை வெத்தலை கொட்டவாய் செவக்க மச்சானும் சுந்தரி நீயும் தொட்டாதுள் பறகு தொட்டாதுள் பறக்க தொட்டாதுள் பறகு മഞ്ജു വിഷ്ണു അടിപൊളി പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഇടയ്ക്ക് ഇങ്ങനെ കാണിച്ചൊക്കെ ഭയങ്കര ഇഷ്ടമായി എനിക്ക്. മഞ്ജുവിനെ ഭയങ്കര ക്യൂട്ടായിരുന്നു. ഇത് എന്താണ് ഒരു ബെൽറ്റ് ഒക്കെ കെട്ടിക്കൂടെ? എനിക്കല്ല, ഞാൻ മുമ്പ് ഇവിടെ ഇങ്ങനെ പാടുമ്പോഴത്തേക്ക് ഞങ്ങളൊക്കെ ഭയങ്കര ടെൻഷനിലായിരുന്നു. വേറൊന്നും ചെയ്യാറില്ല, ഇങ്ങനെ സാധാരണ എടുത്തിട്ട് വരും. വീട്ടിലൊക്കെ കുഴപ്പമില്ലായിരുന്നു.
പെട്ടെന്ന് ഇത് ഇങ്ങനെ അതിൽ ഇങ്ങനെ ചവിട്ടിപ്പോയി അറിയാണ്ട്. ചവിട്ടിയിട്ട് ഇങ്ങനെ മേലോട്ടായപ്പോഴത്തേക്കും കയ്യിന്ന് പോയി. കയ്യിന്ന് പോയി. കയ്യിന്നല്ല, ഞാൻ പേടിച്ചു. അരേന്ന് പോയി. എനിക്ക് ലിറിക്ക് ഭയങ്കര ഒരു പേടിയായിരുന്നു തെറ്റ്. അപ്പൊ ഞാൻ അതിന്റെ ഇതിൽ നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് ഇതും പോയി. ഒന്നില്ലെങ്കിൽ ലിറിക്ക് അല്ലെങ്കിൽ മുണ്ടെന്നായിരുന്നു. അപ്പൊ അതൊരു ഭയങ്കര ഡേഞ്ചറസ് കോമ്പിനേഷൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്കിനി പാട്ടിന്റെ കോമന്റ്സ് കേൾക്കാം. ശരത് സർ. വിഷ്ണു, എനിക്ക് കുറെ ഇഷ്ടമായി വിഷ്ണു പാടിയത്. എന്താ മൊത്തത്തില് ഒരു വല്ലാത്ത സുഖം ഉണ്ടായിരുന്നു. ഒരു ഫിലിം കണ്ട പ്രതീതി. മുണ്ടും കൂടെ അഴിഞ്ഞിരുന്നെങ്കിൽ കംപ്ലീറ്റ് ആയനെ. ഞാൻ പ്രാർത്ഥിച്ചു, നടന്നില്ല. ഇല്ല, ഞാൻ കരുതിയത് വിഷ്ണു ഇതിനകത്ത് എന്താണ്ട് ഒരു ഐറ്റം എടുത്ത് താരി എങ്ങാണ്ട് എടുത്ത് കാണിക്കാനായിരിക്കുന്നു. പിന്നെ എനിക്ക് മനസ്സിലായത് മരണവെപ്രാളാണെന്ന് മുഖം കണ്ടപ്പോ. ഏറ്റവും ഞാൻ രസിച്ചത് മഞ്ജുവിന് ഇതിനെപ്പറ്റി യാതൊരു ധാരണയില്ല. മഞ്ജു അവസാനം തൊട്ടാജോൾ പറക്കൊങ്ക് തൊടുക. വിഷ്ണു ആണെങ്കിൽ തൊടല്ലേ കൊച്ചെന്ന് പറഞ്ഞിട്ട് അതിന് എക്സ്പ്രഷൻ തൊട്ട തൂളല്ല മുണ്ട് പറക്കും എന്നുള്ള ഒരവസ്ഥയായി. വിഷ്ണു എന്തൊക്കെ പറഞ്ഞാലും സൂപ്പറായിട്ടുണ്ടായിരുന്നു വിഷ്ണു. അത് പറയാതിരിക്കാൻ വയ്യ. ഞാൻ കുറേ എൻജോയ് ചെയ്തു. മഞ്ജുവിൻ്റെ പാട്ടുകൾ ഞാൻ കേൾക്കാൻ വിട്ടുപോയി. സൂപ്പറായിരുന്നു. വിഷ്ണുവിൻ്റെ എൻട്രിക്ക് ശേഷം വിഷ്ണു ആയിരുന്നു സ്റ്റേജ് അങ്ങ് എടുത്തോണ്ട് പോയി. മഞ്ജു അങ്ങനെ ആയാലും അങ്ങനെ. മഞ്ജു മോള് പന്നലായിട്ട് പാടിയെന്നല്ല കേട്ടോ, നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെ മോള് കുറച്ച് അവിടെ ഇവിടെ സ്ലിപ്പ്. അത് കുഴപ്പമില്ല. മോളെ കാണാൻ നല്ല രസമുണ്ട് ഇവിടുന്ന് കാണാൻ. അയ്യോടാ ഗൂഗിളി, അത് ചേച്ചിയുടെ പേര് കൃത്യമാണ് കേട്ടോ. അങ്ങനെ ചേച്ചിക്ക് ശരി പറ്റാറില്ല. ഇങ്ങനെ എങ്ങനെയോ പറ്റി. ഗൂഗിളി നന്നായിരുന്നു മോളെ കേട്ടോ. അതിൻ്റെ മൂഡുണ്ടായിരുന്നു. മോൾ പാടുമ്പോൾ അതിൻ്റെ ഒരു വികാരം ഉണ്ടായിരുന്നു. അതിൻ്റെ ആ പാട്ട് എന്ത് തരണോ അത് സ്ലിപ്പൊക്കെ ആയിപ്പോയി. അതൊക്കെ നമുക്ക് തൽക്കാലം വിടാം, മനുഷ്യരല്ലേ എന്ന് പറഞ്ഞ് ഇതൊരു വെച്ചിട്ട് നമുക്കെല്ലാം അങ്ങ് സ്ലിപ്പാക്കാമെന്ന് വിചാരിക്കരുത് കേട്ടോ. അതേ ഉള്ളൂ മോളെ പറയാനായിട്ട്. മറ്റേ ഫീലൊക്കെ സൂപ്പർ വരുന്നത്. എനിക്ക് മഞ്ജു പാടിയത് കുറേ ഇഷ്ടമായി. എന്തായാലും ദൈവമുണ്ട് കേട്ടോ കൂടെ. ഇല്ല, തകർന്നു പോയനെ മോനെ അവിടെ. ദൈവം തുണച്ചു. ഞങ്ങളുടെ കൂടെ ഉണ്ട് ദൈവം. ഇല്ല, അത് കാണേണ്ടി വന്നേനെ. അതാണ്, ജനങ്ങളുടെ കൂടാണ് ദൈവം. സത്യത്തിൽ വിഷ്ണുവിൻ്റെ കൂടെ പോലും അല്ല. ആ ഒരു കൺകൊള്ളാ കാഴ്ച കാണാതെ ദൈവം അങ്ങ് ഞങ്ങളെ ഇവിടെ ഇരുത്തി. ഓൾ ദി ബെസ്റ്റ്. വളരെ എൻജോയ് ചെയ്തു ഞാൻ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശരത് സർ. ശ്രീനി സർ. വിഷ്ണു എന്ത് പറയാനാ. ബട്ട് വിഷ്ണു, വാട്ട് എ പെർഫോമൻസ് മാൻ. വിഷ്ണു ഇത്രയും പെർഫോമൻസ് ഒക്കെ ചെയ്ത് എത്ര ഡാൻസ് ചെയ്താലും ശ്രുതിയിൽ പാടും. ക്ലീൻ ആയിരിക്കും ശ്രുതി. സിംഗിങ് ഔട്ട്സ്റ്റാൻഡിങ് മാൻ. ഇങ്ങനെ അഴിച്ചു വിട്ടു. പക്ഷെ അതുകൊണ്ട് മാത്രം അറിഞ്ഞില്ല. അത്രേ ഉള്ളൂ. മഞ്ജു ആക്ച്വലി വിഷ്ണു ഇല്ലായിരുന്നെങ്കിലല്ലോ, ഇഫ് ഇറ്റ് വാസ് സംബഡി നോർമൽ, മഞ്ജു വുഡ് ഹാവ് സ്റ്റോളൻ ദ ഷോ. അത്രയും നന്നായിരുന്നു മഞ്ജുയുടെ ആദ്യത്തെ ബിഗിനിങ്ങിലെ ഡാൻസും ആൻഡ് ദ ഫീൽ ഓഫ് ദ സോങ് ഉഗ്രനായിട്ട് പാടി. പിന്നെ കുറച്ച് ഉണ്ടായിരുന്നു, അത് മഞ്ജുവിനെ അറിയാം. ബട്ട് അതർവൈസ് സൂപ്പർ ഫീൽ. വെരി നൈസ്. താങ്ക് യു ശ്രീനി സർ. സുജാ ചേച്ചി. അയ്യോ, പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. താങ്ക്സ് ആദ്യം രണ്ടുപേർക്കും ഇത്രയും ഒരു ബ്യൂട്ടിഫുൾ പെർഫോമൻസ് തന്നതിന്. അവളുടെ കവിളിലൊരു എന്ത് രസാ കണ്ണാടിയൊക്കെ ഇട്ടിട്ട്. അഞ്ചോ ഇതൊരു ഇത്രയും നാള് ഞാനും ഒരു കണ്ണാടി ഇട്ട് അടുത്തിരിക്കുന്നുണ്ട്. വെള്ളയും കറുപ്പും സെയിം കണ്ണാടിയാ. വെള്ളയും കറുപ്പും. മോള് നല്ലോണം പാടി മോളെ. എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞാൽ ഉഗ്രനായിരുന്നു. ആദ്യം തുടങ്ങിയപ്പോൾ മോളുടെ കുറച്ച് തെറ്റ് വന്നു. പക്ഷെ അത് അവെയറായിട്ട് മോള് കറക്റ്റ് ചെയ്തു. രണ്ടാമത് പാടുമ്പോൾ കുറെ കറക്റ്റ് ചെയ്തു. പക്ഷേ യു ടുക്ക് ഇൻസ്പിറേഷൻ ഫ്രം വിഷ്ണു. ഡെഫിനറ്റ്ലി വിഷ്ണു പാടി തുടങ്ങി കഴിഞ്ഞിട്ടാണ് മോള് ശരിക്കും ആ പാട്ട് എൻജോയ് ചെയ്ത് തുടങ്ങിയത്. അപ്പം ഡെഫിനറ്റ്ലി ഒരു ഡുവറ്റ് എന്ന് വെച്ചാൽ അതാണ് എപ്പോഴും മെയിൽ ഫീമെയിൽ ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. അത് ത്രൂ ഔട്ട് ദ സോങ് ഉണ്ടായിരുന്നു. ബ്യൂട്ടിഫുൾ. നമുക്കിനി മാർക്ക് ചോദിക്കാം. സുജാ ചേച്ചി.
27 on 30. Thank you, Suja Chechi. Sharath sir. ഫിനിഷ് ചെയ്തേക്കാം. 27.5 on 30 from Sharath sir. അതൊരു പുതിയ സംഭവമാണ്. സുജാ ചേച്ചിനേക്കാളും കൂടുതൽ മാർക്ക് ശരത് സർ തന്നു. ശ്രീനി സർ 27.5 again on 30 by Shrini sir. വിഷ്ണുവിന് പാട്ട് പഠിക്കാനുള്ള എന്ത് സഹായം വേണമെങ്കിൽ ഞാൻ ചെയ്തു തരും കേട്ടോ. എന്താണെങ്കിലും അതിപ്പോൾ ഇവിടുന്ന് വെളിനാട്ടിൽ പോയി പഠിക്കണമെന്ന് പറഞ്ഞാൽ ഞാനത് ഹെൽപ്പ് ചെയ്യും. എൻ്റെ തല കടവ് വെച്ചെങ്കിലും ഹെൽപ്പ് ചെയ്യും, ഉറപ്പ് കേട്ടോ. അതുപോലെ ഞാൻ എൻ്റെ ഫിലിമിലൊരു പാട്ട് ഡെഫിനറ്റായിട്ട് വിഷ്ണു വേണ്ടി പാടും കേട്ടോ. ഷുവർ. ഇവരൊക്കെ ഞാൻ എങ്ങനെ പാടി. ഓക്കെ, ലിസ്റ്റ് എഴുതി വെച്ചേക്കാം, അല്ല ഞാൻ മറക്കത്തില്ല, ഷുവറായിട്ട് ചെയ്യും. 82 on 90. ഇനി നമുക്ക് 10ൽ എത്ര മാർക്കാണെന്ന് അറിയാം. ചാരി കൊടുത്തു വന്നല്ലേ. 9 on 10. Your total overall score is 91 on 100. Happy ആയോ?